എന്നോട് പലരും ചോദിക്കാറുണ്ട് യാത്ര പോകുമ്പോൾ എവിടെയാണ് താമസിക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ. ഞാനെല്ലാം ഇപ്പം ടെൻറ്റിലാണ് ഗ്രാമങ്ങളിൽ അങ്ങനെ വിദൂര സ്ഥലങ്ങളിലൊക്കെ അയക്കുക. ടെൻറ്റൊരു ബുദ്ധിമുട്ട് തന്നെയാണ്, കാരണം അത് പിച്ച് ചെയ്യാനുള്ള സമയം, അതിൻ്റെ കാറ്റ്, അതിൻ്റെ ഏരിയ ഒക്കെ കണ്ടുപിടിക്കൽ രഹസ്യമായിട്ടുള്ളതൊക്കെ. അതേസമയം തന്നെ ചെറിയ പട്ടണങ്ങളിലേക്കൊക്കെ വരുമ്പോൾ ചെറിയ ആൾക്കാരെ കൊള്ളെടുപ്പിക്കുമ്പോൾ എല്ലായ്പ്പോഴും ഹോസ്റ്റലുകളിലേക്കാണ്. ഹോസ്റ്റൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡോർമെറ്ററി എന്നൊക്കെ പറയുന്ന പോലെ ഒരു പല തട്ടുകളായിട്ടില്ല. ഞാൻ കാണിക്കാം ഒരെണ്ണം. ഇപ്പം ഞാനുള്ളത് ഷ്നൈഡർ എന്ന് പറഞ്ഞ് അൽബാനിയയിൽ ഉള്ളൊരു അൽബാനിയയുടെ അതിർത്തിയിലാണ്, മോണ്ടിനെഗ്രോ അതിർത്തിയിലുള്ള സ്ഥലത്താണ്. അപ്പോൾ അവിടുത്തെ ഒരു 90 പോഡ് എന്ന് പറഞ്ഞൊരു ഹോസ്റ്റലാണിത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു ആംബിയൻസാണ്. ഹോസ്റ്റലുകളുടെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ പല രാജ്യക്കാരുണ്ടാവും. ചിലവ് പറഞ്ഞ ഒരു അക്കോമഡേഷനായിരിക്കും. കാണിക്കാം. മൈ ബാഗ് ബൈക്ക് വെച്ചിരുന്നു. ഇത് ചെക്കൗട്ട് ചെയ്തവർക്ക് അവരുടെ സാധനങ്ങൾ വയ്ക്കാനുള്ള ഫെസിലിറ്റി അവരിവിടെ ചെയ്തു. അതായത് അവർക്ക് ഇറങ്ങി നടക്കാനായിട്ട്. ഇതെൻ്റെ സുഹൃത്ത് മാരി. ഹായ് മാരി, ഷീസ് ഫ്രം ബ്രസീൽ ആൻഡ് അവരിവിടെ വോളണ്ടിയർ ചെയ്യാണ്. ഇവരൊക്കെ ഇവിടുത്തെ സ്റ്റാഫുകളെല്ലാം വോളണ്ടിയർമാരാണ്. ഇതുപോലെ ആയിരിക്കും ബെഡുകൾ ഉണ്ടാവുക. കണ്ടോ, ബെഡിനകത്ത് തന്നെ സോക്കറ്റ് മുകളിലൊക്കെ കാണാം. സോക്കറ്റ് ഉണ്ടാവും, ലൈറ്റ് ഉണ്ടാകും. ഇതൊക്കെ ചെക്കൗട്ട് ചെയ്ത് പുതിയ ആളുകൾക്ക് വേണ്ടിയിട്ട് വെച്ചേക്കാണ്. നല്ല കണ്ടോ, ഈ കർട്ടൻ നല്ല പ്രൈവസിയായി. 2 പേർക്ക് സുഖമായിട്ട്, ഒരാൾക്കേ തരുള്ളൂ. ഒപ്പം പാർട്ട്ണറെ കൊണ്ടുവന്ന് വേണമെങ്കിൽ സംഗമിക്കാം. അങ്ങനെ ഇത്രയും മുറികൾ. അപ്പോൾ എൻ്റെ ലാഭം എന്താണെന്ന് ചോദിച്ചാൽ, ഇത് മുറിയാക്കുകയാണെങ്കിൽ ഒരു 4 മുറി കൂടുതൽ ഉണ്ടാവില്ല. അവസാനത്ത് ഒരു 10-40 മുറി ഉണ്ടാവും. ഇവരൊക്കെ വളണ്ടിയർ ചെയ്യുന്ന ആളാണ്. നമ്മുടെ സാധനങ്ങൾ വയ്ക്കാനായിട്ട് ഇതുപോലെ നമുക്കൊരു ലോക്കറും കിട്ടും. പിന്നെ ടോയ്ലറ്റുകൾ ഉണ്ടാവും. ഒരു 8-10 ടോയ്ലറ്റുകൾ ഉണ്ടാവും. കണ്ടോ, 100 പേര് ഉപയോഗിക്കുന്ന ടോയ്ലറ്റ് ആണെങ്കിൽ എന്തൊരു വൃത്തിയായിരിക്കും നോക്കി. എല്ലാവരും പുള്ളിക്കാരത്തി USC വോളണ്ടിയർ ചെയ്യണതാണ്. എന്താ ടോയ്ലറ്റ് വൃത്തിയുണ്ടാവും. അതിലിപ്പോഴത്തെ ഷവർ ഉണ്ടാകും. ഇനി കോമൺ ആയിട്ട് നമുക്ക് കാണിക്കാം. കിച്ചൺ ഉണ്ടാവും. കിച്ചണും അവിടെ തന്നെ റിസപ്ഷൻ്റെ അവിടെ ഒരു ചെറിയൊരു ഇരിപ്പിടമുണ്ട്. അതല്ലാണ്ട് കിച്ചണും ഒരു ലോബിയൊക്കെ ഉണ്ടാവും. കാണിക്കാം. ഇതുപോലെ പല രാജ്യക്കാരെ ഒരുമിച്ച് കാണാൻ പറ്റും. USA ആണ്, അർജന്റീന. ബുക്ക്, ഇതുപോലെ ലോബി, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള സ്ഥലം, കിച്ചൺ. നമുക്ക് അത്യാവശ്യം വേണ്ട ചായ കാപ്പിയൊക്കെ മിക്കയിടത്തും ഉണ്ടാകും. ഫ്രീ ആയിട്ട് ഓയിലൊക്കെ ഇതൊക്കെ ആർക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പം നമുക്ക് നമ്മുടെ ഫുഡ് ഉണ്ടെങ്കിൽ അത് ഫ്രിഡ്ജിൽ വയ്ക്കണമെങ്കിൽ ഇതുപോലെ എടുത്ത് വയ്ക്കാം. അപ്പോൾ പേരെഴുതി നമ്മൾ ചെക്കൗട്ട് ഡേറ്റ് വയ്ക്കണം. കാരണം അവരുടെ ആഴ്ചയോളം ചെക്ക് ചെയ്യും. എൻ്റെ ഡേറ്റ് കഴിഞ്ഞൊക്കെ എടുത്ത് കളയും. ഈ ഫ്രിഡ്ജിൽ വയ്ക്കാം. ഇവിടെയുണ്ട് ഇരിക്കാനുള്ള സ്ഥലം. പിന്നെ ഒരു വാഷിംഗ് മെഷീൻ എല്ലായിടത്തും ഉണ്ടാവും. അവരൊക്കെ എന്ത് കണ്ടോ, ഡെയിലി നമ്മളുടെ എല്ലാം കഴുകി മാറ്റും. ഹോട്ടൽ പോലെ തന്നെ ഈ വാഷിംഗ് മെഷീൻ നമുക്ക് ഉപയോഗിക്കാം. അതിനൊരു ചെറിയൊരു തുക കൊടുക്കണം. ചെറുതെന്ന് പറഞ്ഞാൽ 5 യൂറോ to 7 യൂറോ. ഇന്ത്യൻ രൂപയിൽ വരുമ്പോൾ 700 രൂപ. ഇവിടുത്തെ ചെറിയ തുകയാണ്. ഒരു ഐലൻഡ്, 2 കിച്ചൺ, പാത്രങ്ങൾ, കപ്പ്, സോസർ, ടോസ്റ്റ്. അതായത് ഇപ്പം ആളുകൾ നേരം വെളുത്തെങ്കിലും പോയി, എല്ലാവരും കറങ്ങാൻ പോയിക്കാണ്. അപ്പോൾ പല രാജ്യങ്ങളിലെ ആളുകളെ ഒരുമിച്ച് പരിചയപ്പെടാൻ പറ്റും. ഭയങ്കര ഒരു പാർട്ടി ലൈവായിരിക്കും. ആളുകളെല്ലാവരുമായിട്ട് ഭയങ്കര ഫ്രണ്ട്ലി ആവും. അതുകൊണ്ട് പരമാവധി ഹോസ്റ്റലുകളാണ് ഞാൻ നഗരങ്ങളിലേക്ക് പോകുമ്പോൾ ഉപയോഗിക്കുക, ആളുകളെ മീറ്റ് ചെയ്യാൻ കൂടിയായിട്ട്. അപ്പം ഞാൻ എഴുന്നേറ്റേ ഉള്ളൂ.
സാധാരണ അതിരാവിലെ എഴുന്നേൽക്കുന്ന ആളാണ് ഞാൻ ഇന്നലെ രാത്രിയൊക്കെ കുറേ കറങ്ങിയിട്ട് വന്നാണ്. അപ്പോൾ എനിക്ക് കുറച്ച് ഇവിടെ പണിയുണ്ട്. മീൻസ് എനിക്ക് നാട്ടിലേക്കുള്ള ചെറിയ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഇന്ന് പുറത്തിറങ്ങാത്തതും. അല്ലെങ്കിൽ രാവിലെ തന്നെ കുളിച്ച് ഞാൻ ഇവിടുന്ന് വെക്കേറ്റീവ് പോയിട്ടുണ്ടാകും. അപ്പോൾ ഇന്ന് അതുകൊണ്ട് ഇവിടെ തങ്ങുന്നു. ഇന്നലെയും ഇവിടെ ആയിരുന്നു. ഒരുപാട് സൗഹൃദങ്ങളെ കിട്ടും ഇങ്ങനെയൊക്കെ വരുമ്പോൾ. ഇവരെല്ലാവരും ഇങ്ങനെ ലോങ് ഇറങ്ങി നടക്കുന്നവരാണ്. 10-20 വർഷമൊക്കെ സഞ്ചരിക്കുന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് ഹോസ്റ്റലുകൾ ഉണ്ടെങ്കിൽ അത് എടുക്കേണ്ട ഒന്ന് തന്നെയാണ്. റൂം ഞാൻ എടുത്തിട്ടേ ഇല്ല. ഇത് പലതിനും പല റേറ്റുകളാണ്. എന്നാലും നമുക്കൊരു ശരാശരി ഒരു 20 to 25 യൂറോ, 2500 രൂപ ഇന്ത്യൻ രൂപയിലേക്ക് വരുമ്പോൾ ഒരു 20 യൂറോ കണക്കാക്കാം. ചിലയിടത്ത് ഈവൻ എക്സ്പെൻസീവ് ആയുള്ള ജർമ്മനിയിലൊക്കെ ചെല്ലുമ്പോൾ 10 യൂറോയ്ക്ക് വരെ കിട്ടുമായിരുന്നു. എനിക്ക് അത് ഏറ്റവും ഇഷ്ടമായിരുന്നു. കാരണം അത്രയും വലിയ 1000 പേരൊക്കെ ഉണ്ടാവും. അപ്പോൾ അടിപൊളിയായിരുന്നു അത്. അപ്പോൾ 10 യൂറോയ്ക്ക് തന്നെ ഭയങ്കര ബ്രേക്ക്ഫാസ്റ്റ് ഇടും, ബൂഫേ. അപ്പോൾ ഞാനത് 7 മണി ഒരു 11 മണി വരെ 2-3 വട്ടം കഴിച്ച് അന്നത്തെ കാശ് മുതലാക്കും. അങ്ങനെയും അതൊന്നും ഇവിടെ ഇല്ല. പക്ഷേ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. അതാണ് അപ്പോൾ വിശേഷങ്ങൾ. താങ്ക് യു, ബൈ ബൈ. നമുക്ക് അടുത്ത രാജ്യത്തെ അല്ലെങ്കിൽ ഈ രാജ്യത്തിൻ്റെ മറ്റു വിശേഷങ്ങളായിട്ട് കാണാം.